ഒരുപാട് നാടുകൾക്ക് ശേഷം അങ്ങനെ എറണാകുളം സിറ്റിയിലൂടെ ഒരു യാത്ര നമ്മൾ പോകുകയാണ്. അപ്പം ഈ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പാണ് അവസാനമായിട്ട് നമ്മൾ എറണാകുളത്ത് വന്നിട്ട് പോയത്. ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോയിട്ട് നമ്മളിങ്ങനെ എറണാകുളം സൗത്ത്, അതായത് തേവര ഭാഗത്ത് നിന്ന് എറണാകുളം മറൈൻ ഡ്രൈവിലേക്ക് നമ്മളിങ്ങനെ പോവുകയാണ്. എൻ്റെ സുഹൃത്തുക്കളും ഒപ്പമുണ്ട്. മഴയൊക്കെ പെയ്ത് തോർന്നു നിൽക്കുന്ന ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് വലിയ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ എൻജോയ് ആയിട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. എറണാകുളം ജനറൽ ഹോസ്പിറ്റലും അതോടൊപ്പം തന്നെ നമ്മുടെ മഹാരാജാസ് കോളേജും ഓപ്പോസിറ്റുള്ള സുഭാഷ് പാർക്കൊക്കെ കണ്ട് നമ്മളങ്ങനെ മുന്നോട്ട് പോകുകയാണ്. ഒരു സമയത്ത് എൻ്റെ പ്രധാന തട്ടകമായിരുന്നു ഈ മേനക ജംഗ്ഷൻ. എന്താവശ്യങ്ങളുണ്ടായാലും നമ്മൾ ഓടി വരുന്നത് ഇങ്ങോട്ടായിരുന്നു. മൊബൈൽ സർവീസിങ്ങിനും, അതായത് മൊബൈലൊക്കെ വാങ്ങാനായിട്ടൊക്കെ പെൻഡമേനകയിലൊക്കെ വന്ന അനുഭവങ്ങൾ ഇപ്പോഴും ഓർമ്മയിൽ അങ്ങനെ തെളിഞ്ഞു വരികയാണ്. ഹൈക്കോർട്ട് ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് മറൈൻ ഡ്രൈവിനുള്ളിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിച്ചത് നമ്മുടെ വാട്ടർ മെട്രോയുടെ യാർഡാണ്. വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിടമുണ്ട്. അതോടൊപ്പം തന്നെ വാട്ടർ മെട്രോയുടെ ബോട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് കുറച്ച് നേരം മറൈൻ ഡ്രൈവിലൂടെ ആ വാക്ക്വേയിലൂടെ നമുക്കൊന്ന് നടന്ന് പോകാം. ഒരുപാട് സഞ്ചാരികൾ ഈ ദിവസം എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു, അതുകൊണ്ട് നിറയെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് വളരെ തിരക്കാണ്. എങ്കിലും നമുക്ക് പരമാവധി കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒരുപാട് മാറ്റങ്ങൾ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് വെച്ച് ഒരുപാട് മാറ്റങ്ങൾ മറൈൻ ഡ്രൈവിന് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ വൃത്തിയുടെ കാര്യത്തിൽ അത് പറയാതിരിക്കാൻ വയ്യ. നല്ല നീറ്റായിട്ടാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നല്ല സെക്യൂരിറ്റി സംവിധാനങ്ങൾ,
നിറയെ പോലീസുകാരാണ്, നമ്മുടെ പിങ്ക് പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അപ്പം സ്ത്രീകൾക്കും മറ്റുള്ളവർക്ക് എല്ലാവർക്കും സേഫ്റ്റി തരുന്ന ഒരു കാര്യം തന്നെയാണത്. അപ്പോൾ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ. പണ്ടൊക്കെ ഇവിടെ നമുക്ക് സാമൂഹ്യ വിരുദ്ധരും അങ്ങനെയൊക്കെ നമ്മൾ പല വാർത്തകളും കേട്ടിട്ടുണ്ട്. രാത്രിയിൽ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ ഈ സമയത്തുള്ള കാഴ്ചയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നല്ല സെക്യൂരിറ്റി സംവിധാനങ്ങളും അപ്പോൾ നല്ല വൃത്തിയും ഇവിടെ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ 3 സുഹൃത്തുക്കൾ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്തേക്കാണ്. എൻ്റെ കൂടെ ഉള്ളത് പ്രണീത്താണ്. അങ്ങനെ അവസാനം അവരെ കണ്ടെത്തിയിരിക്കുകയാണ്. അവർ നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. നമ്മുടെ മറൈൻ ഡ്രൈവിലെ പ്രധാന ആകർഷണമായ പാലത്തിന് സമീപമാണ് അവരിയ്ക്കുന്നത്. ഡെൽവിനുണ്ട്, വിമിനുണ്ട്, അതുപോലെ തന്നെ എബിയുണ്ട്. അപ്പോൾ എബിക്ക് നമ്മുടെ ഫ്ലിക്കറിംഗ് ഫ്രെയിംസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങളതൊക്കെ കയറി കാണണം കേട്ടോ, നല്ല നല്ല വീഡിയോസൊക്കെ ഉണ്ട്. അപ്പം അവരെ നമ്മൾ കണ്ടുമുട്ടി. ഇനി നമ്മുടെ യാത്ര അവരോടൊപ്പമാണ്. ഇനി ജസ്റ്റ് നമ്മുടെ ഈ പാലത്തിലേക്കൊന്ന് കയറുക, ഒന്ന് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോവുക, അതാണ് നമ്മുടെ ലക്ഷ്യം. കേരളത്തിലെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നൊരു സ്ഥലമാണ് ഈ കൊച്ചിയിലെ മറൈൻ ഡ്രൈവ്. ഇവിടെയുള്ള ആളുകൾ പ്രത്യേകിച്ച് ഈ വീക്കെൻഡിലും അവധി ദിവസങ്ങളിലൊക്കെ ഈ മറൈൻ ഡ്രൈവിൽ വന്ന സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇത് വലിയൊരു പ്രത്യേക അനുഭവമാണ്. ഇപ്പം ഇച്ചിരി മഴക്കാലമായതുകൊണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എങ്കിൽ കൂടി നല്ല തിരക്കായിരുന്നു. വളരെ എൻജോയ് ചെയ്തു. നല്ല പോസിറ്റീവ് വൈബ്സ് കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു മറൈൻ ഡ്രൈവ്. ഇപ്പോൾ നമ്മുടെ കൊച്ചിയിലേക്ക് കപ്പൽ വരുന്ന കപ്പൽ പാതയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇനി തിരിച്ചു പോകുകയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മഴ നനയേണ്ടി വരും. അതുകൊണ്ട് നേരെ ഇനി തൃശ്ശൂർക്ക് പോകണം. അതുകൊണ്ട് തൽക്കാലം ഇവിടുന്ന് വിട പറയുകയാണ്. അങ്ങനെ നമ്മൾ യാത്ര ആരംഭിച്ച സ്ഥലത്ത് തന്നെ അവസാനം എത്തിയിരിക്കുകയാണ്. ഇതാ നമുക്ക് എല്ലാവർക്കും സുപരിചിതയായ ഒരാളെ ഞാൻ ഇവിടെ വെച്ച് കണ്ടുമുട്ടി. ഇത് നമ്മുടെ പെരുമ്പാവൂർ അന്യസംസ്ഥാന തൊഴിലാളി കൊന്നു തള്ളിയ, അത് അമീറുൽ ഇസ്ലാം എന്ന് പറയുന്നവൻ കൊന്നു തള്ളിയ ജിഷയുടെ മാതാവാണ്. ഇവിടെ ഇരുന്നിട്ട് എന്തോ ചെറിയ സാധനങ്ങൾ വിൽക്കുകയാണ്. ആ അമ്മയെ ഓർത്ത് ഉള്ളിൽ ഒരുപാട് സങ്കടവും അതോടൊപ്പം തന്നെ അഭിമാനമൊക്കെ തോന്നി. അങ്ങനെ മറൈൻ ഡ്രൈവിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.